ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആലപ്പുഴ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്തെത്തി. കോഴിക്കോട് വിലങ്ങാടിലെ 4 വാർഡുകൾ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. വാക്സിനേഷനിലൂടെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടനും MLAയുമായ M. മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച വരെ സ്റ്റേ ചെയ്ത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. മുകേഷ് MLA സ്ഥാനത്തുനിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് CPI. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. അർത്തുങ്കൽ ഹാർബർ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, KC വേണുഗോപാൽ MP, മന്ത്രി P. പ്രസാദ് തുടങ്ങിയവർ സംബന്ധിക്കും. കോഴിക്കോട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡും ദുരന്തബാധിതമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകിയ ധനാശ്വാസം ഇവർക്കും നൽകും. ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങളിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യ റേഷൻ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒക്ടോബർ 22 വരെ നടത്താൻ നിശ്ചയിച്ച സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടികൾ നിശ്ചിത സമയത്തു തന്നെ പൂർത്തീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. ഉരുൾപൊട്ടൽ ബാധിത മേഖല സന്ദർശിച്ച ശേഷം സമിതി ചെയർമാൻ EK വിജയൻ MLA മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. ഡ്രോൺ, റഡാർ പരിശോധനകളും മേഖലയിൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നടനും MLAയുമായ M. മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് അടുത്ത മാസം 3 വരെ തടഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. മുകേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി ഉത്തരവ്. ജാമ്യാപേക്ഷയിൽ കോടതി അടുത്ത മാസം 3-ന് വിശദ വാദം കേൾക്കും. ലൈംഗിക പീഡനാരോപണത്തെ തുടർന്ന് മുകേഷിനെതിരെ എറണാകുളം മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. M. മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് CPI സംസ്ഥാന നേതൃത്വം. മുകേഷിന്റെ രാജി സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച CPI എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. അതേസമയം മുകേഷ് തൽക്കാലം MLA സ്ഥാനം രാജിവയ്ക്കേണ്ടെന്ന നിലപാടാണ് CPIM സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കൊല്ലം MLA M. മുകേഷ് രാജിവയ്ക്കുന്നതാണ് ഉചിതമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഘടകകക്ഷികളിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടും CPIM ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം M. മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ലെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിക്കുക, കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. ലൈംഗിക പീഡന ആരോപണത്തിൽ M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കൊല്ലം ചിന്നക്കടയിൽ റോഡ് ഉപരോധിച്ചു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായ ഷീ ബോക്സ് പോർട്ടലിന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. പരാതികൾ സമർപ്പിക്കുന്നതിനും അവയുടെ തൽസ്ഥിതി അറിയുന്നതിനും ഇന്റേണൽ കമ്മിറ്റികൾ സമയബന്ധിതമായി പരാതികൾ കൈകാര്യം ചെയ്യുന്നത് ഉറപ്പാക്കുന്നതിനും ഒരു പൊതു പ്ലാറ്റ്ഫോമായി ഷീ ബോക്സ് പ്രവർത്തിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്തെത്തി. വിശാഖപട്ടണത്ത് നാവികസേനയുടെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. നാളെ രാവിലെ തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന ചേഞ്ച് മേക്കേഴ്സ് കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി പങ്കെടുക്കും. വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ വാക്സിനേഷൻ നൽകി സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്യാൻസർ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകളിൽ
സെർവിക്കൽ ക്യാൻസറും വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ വാക്സിനേഷൻ നൽകി സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി 2.5 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുമുണ്ട്. പ്രിവന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകളെയും മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ച് ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ 2ാമത് ബിരുദദാന ചടങ്ങ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ച പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റിയിലൂടെ 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് ലഭിച്ച കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും നബാർഡും 2,100 കോടിയുടെ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. VISL മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരും നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. 15 വർഷത്തേക്ക് 8.40% പലിശ നിരക്കിലാണ് ലോൺ ലഭ്യമാക്കുക. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ കാര്യക്ഷമമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MP രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെട്ടിക്കിടക്കുന്ന പരാതികൾ പരിഹരിക്കാൻ അദാലത്തുകൾ ആവശ്യമില്ലാത്ത വിധം തദ്ദേശ സ്വയംഭരണ സംവിധാനം കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായി അടുത്ത മാർച്ച് 30-നകം പ്രഖ്യാപിക്കാനുള്ള തീവ്രയജ്ഞ കർമ്മ പരിപാടിക്ക് ഒക്ടോബർ 2-ന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സജീവമായ നിർവഹണ സമിതികൾ സെപ്റ്റംബർ 10-നകം രൂപീകരിക്കും. ഓരോ പ്രദേശത്തും ജൈവ അജൈവ ദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളോ പ്രവർത്തനങ്ങളോ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരിക്കും കർമ്മ പരിപാടിക്ക് തുടക്കമിടുക. സർക്കാർ കാര്യാലയങ്ങൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയെ ഹരിത സ്ഥാപനങ്ങളായി മാറ്റിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കലക്ടർ കൺവീനറുമായി സംഘാടക സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. വയനാടും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധി കവിഞ്ഞതിനാൽ മഞ്ചേശ്വരം നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളമുയർന്നതിനെ തുടർന്ന് മുതിരപ്പുഴയാറ്റിൽ കുടുങ്ങിയ കർണാടക സ്വദേശികളായ വിനോദസഞ്ചാരികളെ രക്ഷിച്ചു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തിയതിനെ തുടർന്നായിരുന്നു മുതിരപ്പുഴയാറ്റിൽ വെള്ളമുയർന്നത്. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. താങ്ധർ സെക്ടറിലും മച്ചിൽ സെക്ടറിലുമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ ചുമതലയേറ്റു. വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡറായിരുന്ന വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ പാലക്കാട് സ്വദേശിയാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സംഘടിപ്പിക്കുന്ന ദ്വിദിന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിക്ക് കൊല്ലത്ത് തുടക്കമായി. കാർഗിൽ പോരാട്ടത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്തെത്തി. കോഴിക്കോട് വിലങ്ങാടിലെ 4 വാർഡുകൾ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. വാക്സിനേഷനിലൂടെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടനും MLAയുമായ M മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച വരെ സ്റ്റേ ചെയ്ത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് CPI. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.